إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പല കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. റബ്ബ് പറയുകയാണ്, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലനബ്ലുവന്നകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ഉറപ്പിച്ച് പറയുന്ന വാക്കുകൾ അതിലുണ്ട്. അറബി ഭാഷ പഠിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് മനസ്സിലാകും. പരീക്ഷിക്കുക തന്നെ ചെയ്യും. എങ്ങനെയൊക്കെ? ഭയം, അതുപോലെ തന്നെ പട്ടിണി, സമ്പത്തിൽ കുറവ് നൽകിക്കൊണ്ടും അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മോട് അറിയിച്ചു തരികയാണ്. നോക്കൂ സഹോദരങ്ങളെ, എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല തൊട്ടുടനെ പറഞ്ഞു, വബശ്ശിരിസ് സാബിരീൻ. ആ സമയത്ത് ക്ഷമ അത് കൈക്കൊള്ളുന്ന ആളുകൾക്ക് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക റസൂലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. ക്ഷമ എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ ആയുധമാണ്. ഒരു മുഅ്മിൻ അല്ലാതെ ക്ഷമ അവലംബിക്കുകയില്ല. സഹോദരങ്ങളെ, അങ്ങനെ ക്ഷമക്ക് ഉദാഹരണമായ ഒരു സംഭവം ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ച ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, മുസ്ലിം ഉമ്മത്ത് എല്ലാവരും ഏകകണ്ഠേന ഇമാം മുസ്ലിം ഒരു ഹദീസ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അത് തള്ളിക്കളയാറില്ല. മുസ്ലിമിന്റെ നിലപാടതാണ്. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ സ്വീകാര്യതയാണത്. അഥവാ ഇമാം മുസ്ലിം ഒരു ഹദീസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും സഹീഹായ ഹദീസാണ്. നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ മുൻകഴിഞ്ഞ സമുദായത്തിലെ ഒരു കഥയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? നിങ്ങൾ റസൂലെ സഹാബിമാർക്ക് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കുക? പല കഥകളും പറഞ്ഞു കൊടുക്കുക. എന്തിനു വേണ്ടിയാണ്? അവർ ചിന്തിച്ച് മനസ്സിലാക്കാൻ. മുൻകഴിഞ്ഞ സമുദായത്തിലെ ഒരു സംഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വിവരിക്കുകയാണ്. എന്താണത് സഹോദരങ്ങളെ? നമ്മുടെ മുൻകഴിഞ്ഞ സമുദായത്തിലെ ഒരു രാജാവ്, അയാൾ വളരെ വലിയ ധിക്കാരിയായിരുന്നു. വളരെ മ്ലേച്ഛനായ, സ്വേച്ഛാധിപതിയായ, ധിക്കാരിയായ ഒരു രാജാവായിരുന്നു. അയാളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ അയാളുടെ കൂടെ ഒരു സാഹിറും ഉണ്ടായിരുന്നു. എന്താണ് സാഹിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ശൈത്താന്റെ സഹായത്തോടു കൂടി പല കാര്യങ്ങളും, പല അദൃശ്യമായ കാര്യങ്ങളും ഈ രാജാവിന് എത്തിച്ചു കൊടുക്കും. അതുപോലുള്ള പല കാര്യങ്ങളും ഈ രാജാവിന് ചെയ്തു കൊടുക്കാൻ ഈ സാഹിർ രാജാവിനെ സഹായിക്കും. അങ്ങനെ സഹോദരങ്ങളെ, അയാൾക്ക് പ്രായാധിക്യം കാരണത്താൽ അയാൾ രാജാവിനോട് പറഞ്ഞു, ഇന്നി ഖദ് കബിർത്, അല്ലയോ രാജാവ്, എനിക്ക് പ്രായമായിട്ടുണ്ട്, എന്റെ പ്രായം അത് വർദ്ധിച്ചിട്ടുണ്ട്. ഫബ്അസ് ഇലയ്യ ഗുലാമൻ ഫഉഅല്ലിമുഹു സിഹ്ർ,
രാജാവേ, അങ്ങൊരു കാര്യം ചെയ്യണം, എനിക്ക് ഒരു ഗുലാമിനെ, ചെറിയ കുട്ടിയെ എന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കണം. എന്തിനു വേണ്ടിയാണത്? ഞാൻ ആ കുട്ടിക്ക് സിഹർ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് ആ രാജാവിനോട് ഈ സാഹിർ പറഞ്ഞു. നമുക്കറിയാം സഹോദരങ്ങളെ, ചെറിയ കുട്ടികളെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ചെറിയ കുട്ടികളാണ് പഠനത്തിൽ മികവുണ്ടാവുക. പ്രായമായ ആളുകളെക്കാൾ പഠനത്തിന് മികവിലുണ്ടാവുക ചെറിയ കുട്ടികളാണ്. രണ്ടിലും നന്മയുണ്ട്, അതിൽ സംശയമില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും അതുപോലെയുള്ള കാര്യങ്ങളും ആർക്കാണ് കൂടുതൽ സാധിക്കുക? അത് ചെറിയ കുട്ടികൾക്കാണ്. പൊതുവെ അറബിയിൽ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, അൽ ഇൽമു ഫിസ്സിഗർ കന്നഖ്ശി ഫിൽ ഹജർ. ചെറിയ പ്രായത്തിലുള്ള പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലിൽ കൊത്തിവെച്ചതുപോലെയായിരിക്കും, അല്ലെ സഹോദരങ്ങളെ? കാരണം അവർക്ക് പല കാര്യങ്ങളും ചിന്തിക്കേണ്ടതില്ല. അവരുടെ മനസ്സിലും അതുപോലെയുള്ള കാര്യങ്ങളിലും അവർ വളരെ ഒഴിവു സമയമുള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഏത് കാര്യവും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കുന്നത് കൊണ്ട് ആ സാഹിർ പറയുകയാണ്, ഒരു കൊച്ചുകുട്ടിയെ എന്നിലേക്ക് അയക്കണം, ഞാൻ അവന് സിഹർ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് രാജാവിനോട് പറഞ്ഞു. അങ്ങനെ സഹോദരങ്ങളെ, ഈ സാഹിർ പല കാര്യങ്ങളും കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തു. പല സിഹറും അതുപോലെയുള്ള കാര്യങ്ങളും കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തു. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ കുട്ടിക്ക് ഇതാ നന്മ ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുട്ടിക്ക് നന്മ ഉദ്ദേശിച്ചു. ഒരു ദിവസം ഈ കുട്ടി നടന്നു പോകുമ്പോൾ വലിയൊരു പണ്ഡിതനെ, ഒരു റാഹിബിനെ കണ്ടുമുട്ടി. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് പല കാര്യങ്ങളും കുട്ടി കേട്ടതും ആ കുട്ടിക്ക് വളരെ അത്ഭുതമായി. കാരണം ഈ പണ്ഡിതൻ പറയുന്ന പല കാര്യങ്ങളും നന്മകളാണ്, അവിടുന്ന് ചെയ്യരുത് എന്ന് പറയുന്ന പല കാര്യങ്ങളും അത് തിന്മകളാണ്. വളരെ അത്ഭുതത്തോടുകൂടി ആ കുട്ടി ഈ കാര്യങ്ങളൊക്കെ കേട്ടു. അങ്ങനെ സഹോദരങ്ങളെ, ഈ കുട്ടി പിന്നീട് ആ പണ്ഡിതന് മുന്നിലിരിക്കാൻ ആരംഭിച്ചു. അങ്ങനെ എന്തുണ്ടായി? വീട്ടിൽ നിന്ന് നേരെ പോകുന്നത് പണ്ഡിതന്റെ അടുക്കലേക്ക്. അങ്ങനെ പണ്ഡിതന്റെ അടുക്കൽ പോയതിനു ശേഷം സാഹിറിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ എന്താണ് ചെയ്യുന്നത്? സാഹിർ വൈകിയത് കാരണത്താൽ ആ കുട്ടിയെ തല്ലുകയാണ്, വളരെ ശിക്ഷിക്കുകയാണ്. അതോ എന്താണ് നീ വൈകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഈ കാര്യം, ഈ സാഹിറിൽ നിന്ന് ഏൽക്കുന്ന പ്രയാസം പണ്ഡിതനോട് കുട്ടി പറഞ്ഞു. പണ്ഡിതനോട് പറഞ്ഞു, ഇതാ എനിക്കിങ്ങനെ പ്രയാസമുണ്ട്, നിങ്ങളുടെ അടുക്കൽ വരുന്നത് കൊണ്ട് ഞാൻ ആ സാഹിറിന്റെ അടുക്കൽ എത്തുമ്പോൾ ഞാൻ വൈകുകയാണ്, അത് കാരണത്താൽ ആ സാഹിർ എന്നെ തല്ലുകയും അതുപോലുള്ള പ്രയാസങ്ങളും എനിക്ക് ഏൽപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തു, നീ വൈകുമ്പോൾ വീട്ടുകാർ വിടാൻ വൈകുന്നത് കാരണത്താലാണ് ഞാൻ വൈകുന്നത് എന്ന് പറയുക. വീട്ടുകാരോട് മറച്ചു. കാരണം വീട്ടിലേക്ക് എത്തുമ്പോഴും ഇതേപോലുള്ള കാര്യമാണ് ഉണ്ടാകുന്നത്, വൈകുന്നത് കാരണത്താൽ. രണ്ടുപേരോടും ഈ രൂപത്തിൽ പറയാൻ പറഞ്ഞു. അഥവാ സാഹിർ വിടുന്നത് വൈകുന്നത് കൊണ്ടാണ് ഞാൻ വീട്ടിലെത്താൻ വൈകുന്നത്, വീട്ടിൽ നിന്ന് വൈകുന്നത് സാഹിറിന്റെ അടുക്കൽ ആ രൂപത്തിൽ പറഞ്ഞു കൊടുത്തു. സഹോദരങ്ങളെ, നമുക്കറിയാം കളവ് അത് അനുവദനീയമായ ചില സാഹചര്യങ്ങളുണ്ട്. ഇത് കളവാണെന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ കളവ് പറയാൻ അനുവാദമുള്ള ചില സാഹചര്യങ്ങളുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് ഇത് കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാകും. അങ്ങനെ ഈ പറഞ്ഞതുപോലെ കുട്ടി ചെയ്തു. അങ്ങനെ ഒരു ദിവസം ആ നാട്ടിൽ വലിയൊരു മൃഗം പ്രത്യക്ഷപ്പെട്ടു. ആ നാട്ടിൽ വലിയൊരു മൃഗം, ആ മൃഗമുള്ളതിനാൽ തന്നെ നാട്ടുകാർക്ക് ആർക്കും എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, ആ നാട്ടിലേക്ക് ഇറങ്ങാനും അവർക്ക് ജോലി ചെയ്യാനും അതുപോലുള്ള കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ സമയത്ത് ഈ കുട്ടി ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. അല്ലാഹുവേ, പണ്ഡിതനാണ് സത്യത്തിലുള്ളത്, അതല്ല സാഹിറാണോ എന്ന കാര്യം എനിക്കിന്ന് പരീക്ഷിക്കണം, അതെനിക്കറിയണം. അങ്ങനെ ആ കുട്ടി ഒരു കല്ലെടുക്കുകയും എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്താണ് ആ പ്രാർത്ഥന? ഇൻ കാന അംറു റാഹിബിൻ ഖൈറാ അൻ യഖ്തുല ഹാദൽ ഹജർ ഹാദിഹി ദാബ. അല്ലാഹുവേ, ഈ പണ്ഡിതനാണ് സത്യത്തിലുള്ളത് എങ്കിൽ ഞാനിതാ ഒരു കല്ലെടുത്തിട്ടുണ്ട്, ഈ കല്ല് ഈ മൃഗത്തെ കൊന്നു കളയണമേ എന്ന് ആ കുട്ടി പ്രാർത്ഥിക്കുകയും ആ കല്ല് ആ മൃഗത്തിന് നേരെ എറിഞ്ഞപ്പോൾ ആ കല്ലതാ ആ മൃഗത്തിനെ കൊന്നുകളഞ്ഞിരിക്കുന്നു. ആ കല്ല് ആ മൃഗത്തിനെ കൊന്നുകളഞ്ഞിരിക്കുന്നു. കുട്ടിക്ക് മനസ്സിലായി, ആ പണ്ഡിതൻ അദ്ദേഹമാണ് സത്യത്തിലുള്ളത്, അവരാണ് സത്യത്തിലുള്ളത് എന്ന് ആ കുട്ടിക്ക് മനസ്സിലായി. സാഹിറല്ല എന്നത് ആ കുട്ടിക്ക് ബോധ്യമായി. ഈ കുട്ടി നടന്ന കാര്യങ്ങൾ പണ്ഡിതനോട് വിവരിച്ചു കൊടുത്തു. അഥവാ ഇങ്ങനെ ഒരു മൃഗം അത് പ്രത്യക്ഷപ്പെട്ടു, ഞാൻ ആ മൃഗത്തെ കല്ലെറിയുകയും അത് മരണപ്പെടുകയും ചെയ്തു എന്ന കാര്യം ആ പണ്ഡിതനോട് പറഞ്ഞപ്പോൾ ആ പണ്ഡിതൻ മറുപടി പറഞ്ഞു, അൻതൽ യൗം ഖൈറും മിന്നി. ഇതാ ഇന്നേ ദിവസം നീ എന്നേക്കാൾ ഉത്തമനായിട്ടുണ്ട്, ഇന്നേ ദിവസം ഇതാ നീ ഉത്തമനായിട്ടുണ്ട്. കാരണം സഹോദരങ്ങളെ, കുട്ടി പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ ആ കുട്ടിക്ക് ഉത്തരം നൽകുകയാണ്.
നോക്കൂ സഹോദരങ്ങളെ, ആ കുട്ടിക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഉത്തരം നൽകി. ഇതൊരടിമക്ക് അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ്. അവന്റെ കാര്യങ്ങൾ അള്ളാഹുവോട് മാത്രം പറയാനും ആ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുത്തരം നൽകുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ആ കുട്ടിക്ക് അങ്ങനെ അത് ലഭിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ നമുക്ക് നിയമമാക്കിയ മറ്റൊരു കാര്യമാണ് ഇസ്തിഖാറ നിസ്കാരം എന്നുള്ളത്. ഈ ഉമ്മത്തിന് അഥവാ രണ്ട് കാര്യങ്ങൾ അത് ചെയ്യുന്നതിൽ അവൻ എന്തുണ്ട്? സംശയമുണ്ട്. അതിലേതാണ് റബ്ബെ ഖൈർ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരം, ഇസ്തിഖാറ നിസ്കാരം, അതിന്റെ വിധിയും വിലക്കുകളും എന്താണെന്നുള്ളത് ഒരു മുസ്ലിം പഠിച്ചിരിക്കണം. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, അത് കാരണത്താൽ പണ്ഡിതൻ പറഞ്ഞ വാക്കാണിത്, നീ എന്നേക്കാൾ ഖൈറാണ് എന്നുള്ളത്. മാത്രമല്ല അള്ളാഹുവിന്റെ കറാമത്ത് എന്നോണം കുട്ടിക്ക് ആ നാട്ടിലുള്ള പാണ്ഡുരോഗമുള്ള ആളുകളെയും അതുപോലെ തന്നെ അന്ധത ബാധിച്ച ആളുകളെയും ചികിത്സിക്കാനുള്ള കഴിവ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി. എങ്ങനെയാണ് സഹോദരങ്ങളെ? ആ കുട്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആരോട്? റബ്ബ് സുബ്ഹാനഹു വ തആലയോട്. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ആ കുട്ടി പ്രാർത്ഥിക്കും. ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയതുപോലെയല്ല. ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം അവിടുത്തെ കരങ്ങൾ കൊണ്ട് മായ്ച്ചു കളഞ്ഞാൽ പാണ്ഡുരോഗം മാറും. അങ്ങനെയല്ല, മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഉത്തരം ലഭിക്കുകയാണ്. ആ കുട്ടി ഉത്തരം ലഭിക്കപ്പെടുന്ന കുട്ടിയാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ സഹോദരങ്ങളെ, ആ പണ്ഡിതൻ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞു, നിനക്ക് പല പരീക്ഷണങ്ങളും നേരിടാനുണ്ട്. അത് കാരണത്താൽ തന്നെ ഏത് പരീക്ഷണം വന്ന് ഭവിച്ചാലും എന്നെ പറ്റി ഒരാളോട് നീ പറയാൻ പാടില്ല. എന്റെ അടുത്ത് വന്നതും അതുപോലെ തന്നെ എന്റെ അടുത്ത് നിന്ന് പഠിച്ച കാര്യങ്ങളും ഞാനാണ് നിനക്ക് പഠിപ്പിച്ചു തന്നത് എന്നത് ഒരാളോട് പോലും നീ പറയാൻ പാടില്ല എന്ന് ആ പണ്ഡിതൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ സഹോദരങ്ങൾ, ഈ രാജാവിന് അയാളുടെ ഒരു പരിചാരി ഉണ്ടായിരുന്നു. അന്ധനായ ആളാണത്. ആ രാജാവിന്റെ അടുത്തയാളാണ്, പക്ഷേ അയാൾ അന്ധനാണ്. പല മരുന്നുകളും ധാരാളമായി മാറി മാറി പരീക്ഷിച്ചിട്ടും അയാൾക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അയാൾക്ക് പ്രയാസം അത് മാറുന്നില്ല, അന്ധത മാറുന്നില്ല. എന്നാൽ കുട്ടി വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അയാളുടെ രോഗം ശമനമായി. അയാൾ പറഞ്ഞു, ഇന്നമാ അൻത ശഫൈതനി, നീയാണ് എന്റെ രോഗം മാറ്റിത്തന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി ഇതാ തൗഹീദിന്റെ വചനം അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ലാ ഇന്നമാ യശ്ഫീക അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങളുടെ രോഗം അത് ശമനമാക്കി തന്നത്. നോക്കൂ സഹോദരങ്ങളെ, ആ കുട്ടി സ്വന്തത്തിൽ അത്ഭുതം കൂടിയില്ല. എന്ത് മനോഹരമായ വാക്കാണ് പറഞ്ഞത്. റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് ഈ രോഗം മാറ്റി തന്നത്. നമ്മുടെ നാട്ടിലുള്ള ആളുകളിലേക്ക് നോക്കൂ സഹോദരങ്ങളെ, അവരെന്തെങ്കിലും രോഗമോ മറ്റോ മാറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ ഞാനാണ് മാറ്റിയത്, ഞാൻ വലിയ കറാമത്തുള്ള ആളാണ്, എന്നിലേക്ക് വരൂ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ ഈ ചരിത്രം ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ അവിടുന്ന് പറയുകയാണ്, ഇന്നമാ യശ്ഫീക അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അങ്ങയുടെ രോഗം മാറ്റി തന്നത് എന്ന് പറയുകയാണ്. ഈമാനിന്റെ സംസാരം അവിടുന്ന് ഉച്ചരിച്ചു. ഇവിടെ ഉണ്ടായ സംഭവം കുട്ടി പറഞ്ഞു. എന്താണ്, എങ്ങനെയാണ് രോഗം മാറിയത്? ഈ അന്ധനായ ആളോട് പറയുന്നത്, നീ അല്ലാഹുവിൽ വിശ്വസിക്കണം. അന്ധനായ ആളോട് പറയുകയാണ്, നീ അല്ലാഹുവിൽ വിശ്വസിക്കുകയും ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ റബ്ബ് സുബ്ഹാനഹു വ തആല എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. അങ്ങനെ ആ കണ്ണ് കാണാത്തയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുകയാണ്. കുട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടി. പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ രാജാവിനോട് ഈ അന്ധനായ ആൾ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആ കുട്ടിയെ ഈ രാജാവ് ശക്തമായി ശിക്ഷിക്കുകയാണ്. വളരെ ശക്തമായ രൂപത്തിൽ ഈ രാജാവ് ആ കുട്ടിയെ ശിക്ഷിച്ചു. ഈ കുട്ടിക്ക് പണ്ഡിതനെ പറ്റി പറയേണ്ട അവസ്ഥയുണ്ടായി. അഥവാ എനിക്കിന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നത് ഈ പണ്ഡിതനാണ് എന്നത് പറയേണ്ടി വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്താണത്. അത് നടക്കുന്നതിൽ പല ഹിക്മത്തുകളും ഉണ്ടാകും. അതിനാൽ തന്നെ ആ കുട്ടി അത് പറയേണ്ടി വന്നു. അത്രയും ക്രൂരമായി ശിക്ഷിച്ചു. അന്ധനെയും ശക്തമായി ശിക്ഷിച്ചു. എന്ത് കാരണത്താൽ? ആ അന്ധൻ പറഞ്ഞ വാക്കെന്താണ്? ആമൻതു ബില്ലാഹ്, ഞാനിതാ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ആ അന്ധനായ വ്യക്തി പറഞ്ഞപ്പോൾ ആ രാജാവ് പറയുകയാണ്, അവലക റബ്ബുൻ ഗൈരി, ഞാനല്ലാതെ മറ്റൊരു റബ്ബ് നിനക്കുണ്ടോ എന്ന് ആ രാജാവ് ചോദിച്ചപ്പോൾ ആ പണ്ഡിതൻ എന്താണ് പറഞ്ഞത്? ഇല്ല, എന്നെയും നിന്നെയും സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അയാളെ ശക്തമായി ശിക്ഷിക്കുകയാണ്. പിന്നീട് ആ പണ്ഡിതനെയും കൊണ്ടുവരപ്പെട്ടു. രാജാവ് പറഞ്ഞു, ഞാനല്ല ഇവിടുത്തെ റബ്ബ് എന്ന് രാജാവ് ആ പണ്ഡിതനോട് പറഞ്ഞപ്പോൾ പണ്ഡിതനും അത് സമ്മതിച്ചില്ല, വിസമ്മതിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രം ആ പണ്ഡിതൻ വിശ്വസിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ സഹോദരങ്ങളെ,
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന കഥയാണ്. ഇത് ഓർമ്മ വേണം. വെറുതെ കഥ കേൾക്കുന്നു എന്നൊരു ചിന്തയല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വമാ യൻതിഖു അനിൽ ഹവ, അവിടുന്ന് ദേഹേച്ഛക്കനുസരിച്ച് സംസാരിക്കുന്നയാളല്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വഹ്യാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുക. എങ്ങനെയാണ് സഹോദരങ്ങളെ പിന്നീട് ഉണ്ടായത്? എങ്ങനെയാണ് അവർ മരിച്ചത്? ഒരു ഈർച്ചവാൾ എടുക്കുകയും എന്നിട്ട് അദ്ദേഹത്തിന്റെ തലയിൽ വെക്കുകയും എന്നിട്ട് പറഞ്ഞു, പറയണോ ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞപ്പോൾ ആമൻതു ബില്ലാഹ് എന്ന് ആവർത്തിച്ച് ആ പണ്ഡിതൻ പറയുകയാണ്. അതുപോലെ തന്നെ ആ അന്ധനായ ആളും ആവർത്തിച്ച് പറയുകയാണ്, ആമൻതു ബില്ലാഹ്, ഞാൻ വിശ്വസിക്കുന്നത് റബ്ബിലാണ് എന്ന് ആവർത്തിച്ചു പറയുന്നു. അല്ലേ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തന്നിട്ടില്ലേ? സഹാബിമാർ പറയുകയാണ്, അതൈനാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് നമ്മൾ പോയി. എന്തിനു വേണ്ടി? വഹുവ മുതവസ്സിദുൻ ബുർദതൻ ഫീ ദില്ലിൽ കഅബ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ തണലിൽ അവിടുന്ന് വിശ്രമിക്കുകയായിരുന്നു, കിടന്നിട്ടാണുള്ളത്. ഫശകൗന ഇലൈഹി ഫഖുൽനാ അലാ തസ്തൻസിറു ലനാ, അല്ലയോ റസൂലേ, അങ്ങ് നമുക്ക് വേണ്ടി സഹായം അല്ലാഹുവോട് ചോദിക്കുന്നില്ലേ? അലാ തദ്ഉല്ലാഹ ലനാ, നിങ്ങൾ നമുക്ക് അല്ലാഹുവിനോട് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? കാരണം മക്കക്കാർക്ക് അവിടുന്ന് പ്രയാസമാണ്. അവിടുന്ന് വളരെയധികം അവർ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ പ്രയാസം അനുഭവപ്പെടുകയാണ്. റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കേണ്ടി വന്നു, റസൂലേ, അങ്ങ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? അങ്ങ് നമുക്ക് വേണ്ടി സഹായം അല്ലാഹുവോട് ചോദിക്കുന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഫജലസ മുഹ്മറൻ വജ്ഹുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം അതവിടുന്ന് ചുവന്ന അവസ്ഥയിലായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖദ് കാന മൻ ഖബ്ലകും യുഖദു الرجل فيحفر له في الارض ثم يؤتى بالمنشار فيجعل على رأسه فيجعل فرقتين. അവിടുന്ന് പറയുകയാണ്, ഇതാ നിങ്ങൾക്ക് മുൻപുള്ള ആളുകൾ അള്ളാഹുൽ വിശ്വസിച്ചതിന്റെ പേരിൽ അവരുടെ തലക്ക് മേലെ ഈ ഉച്ചവാൾ അത് വെക്കുകയും അവരെ രണ്ട് കഷ്ണമായി പിളരുകയും ചെയ്യുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞ ഈ വാക്കാണത്, മാ യസ്രിഫുഹു ദാലിക അൻ ദീനിഹി, അതൊന്നും തന്നെ അവർക്ക് ഇസ്ലാമിൽ നിന്ന് തടസ്സമായിട്ടില്ല. അള്ളാഹുവാണ് നമ്മുടെ റബ്ബ് എന്ന് പറയുന്നതിൽ നിന്ന് അവർക്ക് ഒരായുധവും തടസ്സമായിട്ടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റു ചില ആളുകളെ അവരുടെ മാംസം അത് വെട്ടി അവരുടെ എല്ലുകൾ കാണുന്ന അവസ്ഥയിൽ അവരെ വെട്ടിക്കൊണ്ട് അവരെ മാറ്റി നിർത്തിയപ്പോഴും മാ യുസദ്ദു ദാലിക അൻ ദീനിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ നിന്ന് അവർക്ക് അതും ഒരു തടസ്സമായിട്ടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കുണ്ട്, ലയുതിമ്മന്നല്ലാഹു ഹാദൽ അംർ ഹത്താ യസീറ الراكب ما بين الصنعاء وحضرموت, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം എന്ന ഈ ദീൻ അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് പറയുകയാണ്. അവർക്ക് യമനിലെ സനആയിൽ നിന്നും ഹളർമൗത്ത് വരെയും ഒരാളെയും ഭയപ്പെടാത്ത അവസ്ഥയിൽ സഞ്ചരിക്കാൻ പറ്റുന്ന അവസ്ഥ വരുമെന്ന് ഏത് കാലഘട്ടത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് പറയുന്നത്? ഇതാ ഈ കാലഘട്ടം, അഥവാ അവർ പ്രയാസവും പരീക്ഷണവും മർദ്ദനവും അത് ഏൽക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കാണത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അവർക്ക് അവിടെയുള്ള ചെന്നായ്ക്കളെയും അതുപോലെയുള്ള മൃഗങ്ങളെയും മാത്രം ഭയപ്പെട്ടാൽ മതി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ എന്തെങ്കിലും സഹിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ നിയമങ്ങൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതിന്റെ പേരിൽ വല്ല കുത്തുവാക്കുകളും കേൾക്കുമ്പോൾ എന്നാൽ ഞാൻ എന്റെ ഈ ദീൻ വിടാമെന്ന് പറയുന്ന നമ്മൾ ഇങ്ങനെയുള്ള ചരിത്രങ്ങളിൽ ഒരുപാട് പാഠങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ സഹോദരങ്ങളെ, ഇതുപോലെ തന്നെ ഈ അന്ധനെയും ആ രാജാവ് ചെയ്തു. പിന്നീട് നേരെ കുട്ടിക്ക് നേരെ തിരിഞ്ഞു. എന്താണ് പിന്നീട് ഉണ്ടായത്? അള്ളാഹുൽ അവിശ്വസിക്കാനും അയാളെ വിശ്വസിക്കാനും ആ രാജാവ് പറഞ്ഞു. കുട്ടി നിഷേധിച്ചു. കുട്ടിയും അവിടുന്ന് വിശ്വസിച്ചില്ല. നോക്കൂ സഹോദരങ്ങളെ, അവരുടെ ഈമാൻ എന്തോ വലിയ ഈമാനാണ് അവരുടേത്. ആ കുട്ടി വിശ്വസിച്ചില്ല. അങ്ങനെ ആ കുട്ടിയെ ഇതുപോലെ ചെയ്യാൻ പ്രയാസമുള്ളത് കാരണത്താലായിരിക്കും അയാൾ പറഞ്ഞു, കുട്ടിയെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇദ്ഹബൂ ബിജബൽ, ഒരു പർവ്വതത്തിന് മുകളിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് ഫത്റഹൂഹു, അതിന്റെ മുകളിൽ നിന്ന് താഴേക്കിടണം. അങ്ങനെ അവിടുന്ന് പറഞ്ഞു. അഥവാ പർവ്വതത്തിന് മുകളിൽ വെച്ച് കുട്ടി പറയുകയാണ്, ഈ രാജാവാണ് റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വെറുതെ വിട്ടേക്കുക. അതല്ല, റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ തന്നെ ആ കുട്ടി വിശ്വസിക്കുകയാണെങ്കിൽ അവനെ ആ പർവ്വതത്തിന് മുകളിൽ നിന്ന് താഴേക്കിട്ട് കൊന്നുകളയണമെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, അവർ കൊല്ലാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞു, അല്ലാഹുമ്മ ക്ഫീഹിം ബിമാ ശിഅ്ത, അല്ലാഹുവേ നീ എനിക്ക് മതിയായവനാണ്.
അവരെ നീ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതാ ആ മല ഇങ്ങനെ വിറക്കാൻ തുടങ്ങുകയാണ്. നോക്കൂ സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കൾ അവർ കരങ്ങൾ ഉയർത്തിയത് റബ്ബിലേക്ക് മാത്രമാണ്. അവർ പറയുകയാണ്, ഇത് അല്ലാഹുവേ, ഇവരെ എനിക്ക് നിന്നെ മതിയാക്കണമേ, ഇവരിൽ നിന്ന് നിന്നെ മാത്രമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രയാസത്തിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ആ കുട്ടിയെ കരകയറ്റി. അല്ലാഹു ഉത്തരം നൽകി. അങ്ങനെ സഹോദരങ്ങളെ, കുട്ടി വീണ്ടും ആ രാജാവിന്റെ അടുക്കലേക്ക് തന്നെ പോവുകയാണ്. അള്ളാഹുവിന്റെ ഹിക്മത്താണിത്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാകും. ആ കുട്ടി ഇത് ആ രാജാവിന്റെ അടുക്കലേക്ക് തന്നെ വീണ്ടും പോയി. അങ്ങനെ രാജാവ് ചോദിച്ചു, എവിടെ എന്റെ അനുചരന്മാർ? നീ എങ്ങനെ ഇവിടെ എത്തി? ഖാല ഖദ് കഫാനി അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല മതിയായവനായി എനിക്ക്. അവരെ റബ്ബ് സുബ്ഹാനഹു വ തആല കൊന്നുകളഞ്ഞു. അങ്ങനെ സഹോദരങ്ങളെ, ഇയാൾ വിടാൻ തീരുമാനിച്ചില്ല. ഈ കുട്ടിയെ കടലിന്റെ നടുക്ക് കൊണ്ടുപോയി, കപ്പലിൽ കയറ്റി കടലിന്റെ നടുക്ക് കൊണ്ടുപോയി അവിടെ മുക്കിക്കൊല്ലാൻ വേണ്ടി അനുചരന്മാരോട് പറഞ്ഞു. ഇതേപോലെ തന്നെ ആ അനുചരന്മാർ ചോദിച്ചു, നീ നമ്മുടെ രാജാവിൽ അവനാണ് റബ്ബ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? കുട്ടി പറഞ്ഞു, ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രമാണ് വിശ്വസിക്കുന്നത് എന്ന് ആ കുട്ടി പറഞ്ഞപ്പോൾ, അങ്ങനെ അവനെ കൊല്ലാൻ, ആ കുട്ടിയെ കൊല്ലാൻ നോക്കിയപ്പോൾ അതാ ആ കപ്പൽ കിടന്ന് വിറക്കാൻ തുടങ്ങി, അതിങ്ങനെ അലയാടാൻ തുടങ്ങി. അങ്ങനെ അവരെല്ലാവരും വീഴുകയും റബ്ബ് സുബ്ഹാനഹു വ തആല ആ കുട്ടിയെ രക്ഷിക്കുകയും ചെയ്തു. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൈകൾ ഉയർത്തിക്കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരിക്കലും അടക്കുകയില്ല എന്നുള്ളതിന് തെളിവാണിത്. അങ്ങനെ സഹോദരങ്ങളെ, ആ രാജാവിന്റെ അടുക്കലേക്ക് വീണ്ടും പോയി. എന്നിട്ട് ആ കുട്ടി പറഞ്ഞു, ഇന്നക ലസ്തു ഖാതിലി ഹത്താ തഫഅല മാ ആമുറക ബിഹി, നിനക്ക് എന്നെ ഒരിക്കലും കൊല്ലാൻ സാധിക്കുകയില്ല. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന കാര്യം അത് നീ ചെയ്താലല്ലാതെ നിനക്ക് എന്നെ എന്റെ രോമത്തിൽ തൊടാൻ പോലും സാധിക്കുകയില്ല എന്ന് ആ കുട്ടി പറഞ്ഞു. ഖാല വമാ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്? ഖാല തജ്മഉൻ നാസ ഫീ സഈദിൻ വാഹിദ്, നിങ്ങൾ ഈ നാട്ടിലുള്ള എല്ലാ ആളുകളെയും ഒരു പ്രതലത്തിൽ ഒരുമിച്ച് കൂട്ടണം. എല്ലാ ആളുകളെയും ഒരു പ്രതലത്തിൽ ഒരുമിച്ച് കൂട്ടുകയും എന്നിട്ട് എന്നിട്ട് എന്നെ ഒരു മരത്തടിയിൽ അങ്ങ് കയറുകൊണ്ട് കെട്ടണം. നീ എന്നെ കയറുകൊണ്ട് കെട്ടണം. എന്ത് പറയണം? ഒരമ്പെടുത്തുകൊണ്ട് ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം, ഈ കുട്ടിയുടെ റബ്ബായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നെ ആ അമ്പ് അത് ചെയ്യണമെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, നീ ഈ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ നീ ചെയ്യുകയാണെങ്കിൽ നിനക്കെന്നെ കൊല്ലാൻ സാധിക്കുമെന്ന് ആ കുട്ടി പറഞ്ഞു. പറഞ്ഞ പ്രകാരം ആ നാട്ടുകാർ കാണുകയെ ആ കുട്ടി മരണപ്പെടുകയാണ്. സഹോദരങ്ങളെ, എന്താണ് ഇതിന് പിന്നുള്ള യുക്തി? നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു അമ്മാ ബഅദ്. സഹോദരങ്ങളെ, പറഞ്ഞതുപോലെ ആ കുട്ടി മരണപ്പെട്ടു. ഇത് കണ്ടപ്പോൾ ആ നാട്ടിലുള്ള ആളുകൾ മുഴുവനും അവർ പറഞ്ഞു, നമ്മൾ ഇത് അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. ഇത് കാരണത്താലാണ് ആ കുട്ടി ഈ പ്രവൃത്തി ചെയ്തത്. നോക്കൂ സഹോദരങ്ങളെ, സ്വന്തം ജീവൻ പോയാലും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടം വരികയാണെങ്കിൽ അതാണ് അവർക്ക് ഉത്തമം. അവർക്കറിയാം വൽ ആഖിറതു ഖൈറും വ അബ്ഖാ, എന്നെന്നും നിലനിൽക്കുന്നത് ആഖിറമാണ് എന്ന് അവർക്കറിയാമായിരുന്നു. നമ്മളിങ്ങനെ ആയത്ത് എല്ലാ വെള്ളിയാഴ്ചകളിലും കേൾക്കുന്നുണ്ട് എന്നതല്ലാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആ ഈമാൻ അത് കയറിയിട്ടുണ്ടോ സഹോദരങ്ങളെ? ഇതായിരുന്നു ആ കുട്ടി ഉദ്ദേശിച്ചത്, റഹിമഹുല്ലാഹ്. അങ്ങനെ നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ അവൻ ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യുമെന്നതിന് ഇതിലും വലിയ തെളിവ് മറ്റെന്താണുള്ളത്? നമുക്ക് ഏത് ഔലിയാക്കളിലേക്ക് പോകേണ്ട ആവശ്യകതയാണുള്ളത്? ഏത് തങ്ങളുടെ അടുക്കലേക്കും ബീവിമാരുടെ അടുക്കലേക്കും പോകേണ്ടതിന്റെ ആവശ്യകത എന്താണുള്ളത്? ഈ കുട്ടി എവിടെയെങ്കിലും പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുമോ? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബറക്കത്ത് കൊണ്ട് ഇവരെ നശിപ്പിക്കണമെന്ന്? അതല്ല എങ്കിലും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ഇവരെ നശിപ്പിക്കണമെന്ന് ഏതെങ്കിലും ഒരു ദുആ നമുക്ക് കാണാൻ സാധിക്കുമോ? അള്ളാഹുവിന്റെ അല്ലെങ്കിൽ അള്ളാഹുവെ നീ നശിപ്പിക്കണമേ എന്ന തൗഹീദിന്റെ വാക്കല്ലാതെ ഈ കുട്ടിയുടെ വായിൽ നിന്ന് എന്താണ് വന്നത് സഹോദരങ്ങളെ? അങ്ങനെ എന്താണ് ഉണ്ടായത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ വിശ്വസിച്ചപ്പോൾ പിന്നീട് എന്താണ് ഉണ്ടായത്?
ജനങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ കൂട്ടത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഉള്ളതുപോലെ തന്നെ ചില മോശമായ ആളുകളുണ്ട്. രാജാവിനോട് പറയുകയാണ്, നിന്നെ ധിക്കരിച്ചിരിക്കുകയാണ് ഇവർ, ഈ നാട്ടുകാർ, നീ എന്താണോ അവരോട് കൽപ്പിച്ചത് ആ കാര്യം ഉപേക്ഷിച്ചിരിക്കുന്നു, നീ എന്തിനെ തൊട്ടാണോ താക്കീത് ചെയ്തത് അതിവരിതാ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അയാൾ പിന്നീട് കുറെ കിടങ്ങുകൾ കുഴിക്കുകയാണ്. വലിയ കിടങ്ങുകൾ അത് കുഴിക്കുകയും എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ആയത്തിലുള്ള കുഴികൾ കുഴിക്കുകയും എന്നിട്ട് അതിൽ വലിയ തീക്കനൽ കൊണ്ടിടുകയും ആളുന്ന തീ അതിൽ കത്തിച്ചിടുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, അവർ ചെയ്ത തെറ്റെന്താണ്? റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചു എന്നത് മാത്രമാണ് അവർ ചെയ്ത തെറ്റ്. നോക്കൂ സഹോദരങ്ങളെ, എന്നിട്ടിതാ ഓരോ ആളുകളോട് ചോദിക്കുകയാണ്, നീ എന്നിൽ വിശ്വസിക്കുന്നുണ്ടോ? ഓരോ ആളുകൾ അവർ പറയുകയാണ്, നമ്മളിതാ അള്ളാഹുൽ വിശ്വസിക്കുകയാണ് എന്ന്. അയാൾ ചെയ്ത കാര്യം എന്താണ്? ആ തീ കുണ്ടാരത്തിലേക്ക് ഓരോ ആളുകളെ ഇങ്ങനെ വലിച്ചെറിയുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ അവരിതാ ഓരോ ആളുകളായി തീയിൽ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, അവർ ദുനിയാവിൽ പ്രയാസപ്പെട്ടിട്ടുണ്ട് എങ്കിലും അവർക്ക് ലഭിക്കാനുള്ളത് ആകാശഭൂമികളെക്കാൾ വിസ്തൃതിയുള്ള സ്വർഗ പൂന്തോപ്പുകളാണ്. അവർക്ക് ലഭിക്കാനുള്ളത് അതാണ് സഹോദരങ്ങളെ. അങ്ങനെ ഓരോ ആളുകളെ ഇങ്ങനെ ഇടുമ്പോഴും അവർ അതിൽ ഉറച്ചു നിന്നു. അങ്ങനെ ഒരു മാതാവും ഒരു കുട്ടിയും വന്നപ്പോൾ ആ കുട്ടിയെ ഇയാൾ തീയിലേക്ക് ഇടാൻ പോവുകയാണ്. ആ കുട്ടി തീയിലേക്ക് ഇടാൻ പോകുന്നത് കണ്ടപ്പോൾ ആ മാതാവിന് ഹൃദയമൊന്ന് നുറുങ്ങി. നോക്കൂ സഹോദരങ്ങൾ, അത് മാതാവിന്റെ കാരുണ്യമാണ്. ആ മാതാവിന്റെ കാരുണ്യമാണ്. എന്റെ മകനിതാ തീയിലേക്ക് പോകുന്നു, ഞാൻ ഇയാളിൽ വിശ്വസിച്ചാലോ എന്നൊരു ലാഞ്ചന വന്നപ്പോൾ ആ കുട്ടി ഇതാ സംസാരിക്കുകയാണ്. എന്താണ് ആ കുട്ടി പറഞ്ഞത്? ഖാലയ ഉമ്മാ ഹസ്ബിരി, എല്ലോ എന്റെ ഉമ്മ, നിങ്ങളൊന്ന് ക്ഷമിക്ക്, ഫഇന്നകി അലൽ ഹഖ്, നിങ്ങൾ തീർച്ചയായും ഹക്കിലാണ് ഉള്ളത് എന്ന് ആ കുട്ടി സംസാരിക്കുകയാണ്. അല്ലേ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വയുനജ്ജില്ലാഹു അല്ലദീന തഖൗ ബിമഫാസദിഹിം ലാ യമസ്സുഹുമുസ് സൂഉ വലാ ഹും യഹ്സനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന ആളുകൾ, മുറപ്രകാരം സൂക്ഷിക്കുന്ന ആളുകളെ അല്ലാഹു സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഈമാനിൽ അവരെ അടിയുറച്ച് നിർത്തുക തന്നെ ചെയ്യുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹുൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ, അവനിൽ മാത്രം പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ, ആ ബലാദികളും വേവലാദികളും അവനോട് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരാണോ അല്ലാഹുവെ മുറപ്രകാരം സൂക്ഷിക്കുന്നത് അവൻ അല്ലാഹു ഒരു വഴി കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞില്ലേ. സഹോദരങ്ങളെ, അങ്ങനെ അവർ മരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നീതി അവർക്കത് ലഭിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഈ കൂട്ടരെ പറ്റിയാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബുറൂജിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു ആയത്ത് തന്നെ ഇറക്കിയത്. നോക്കൂ, അവരുടെ അചഞ്ചലമായ ഈമാനിനെ റബ്ബ് സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ പാരായണം ചെയ്യുന്ന ഖുർആനിൽ അവരെ പറ്റി പറയുകയാണ്. ഏതാണ് സഹോദരങ്ങളെ ആയത്ത്? ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്. അല്ലാഹു ഇതാ അവരെ ശപിച്ചിരിക്കുകയാണ്. കിടങ്ങിന്റെ ആളുകൾ, അവരെ അല്ലാഹു നശിപ്പിക്കട്ടെ. അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ കാര്യം പറയുകയാണ്. എന്താണ് അവർ ചെയ്ത തെറ്റ്? എന്താണ് സഹോദരങ്ങളെ അവർ ചെയ്ത തെറ്റ്? അവർ ചെയ്തത് റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചു എന്നത് മാത്രമാണ് എന്ന രൂപത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവിടുന്ന് ആയത്തുകൾ ഇറക്കുകയാണ്. സഹോദരങ്ങൾ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമുക്ക് ദീനിൽ വല്ല പ്രയാസങ്ങളും നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇതുപോലുള്ള കഥകളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന ഇതുപോലുള്ള കഥകൾ നമ്മളത് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രയാസങ്ങൾ അതൊരു പ്രയാസമല്ലാതായി മാറും. നോക്കണം സഹോദരങ്ങളെ, നമ്മൾ താർത്താരികൾ എന്ന് പറയുന്ന ദുഷ്ടന്മാരായ ആളുകൾ മുസ്ലിം ഉമ്മത്തിനെ കൊന്നു കളഞ്ഞത് അത്രയും ക്രൂരമായിട്ടാണ്. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രകാരന്മാർ അവർ എഴുതിയതായി കാണാം. അവർ ആലങ്കാരികമായി പ്രയോഗിച്ചതല്ല. അഥവാ മുസ്ലിമീങ്ങളുടെ, ശ്രദ്ധിക്കണം, മുസ്ലിമീങ്ങളുടെ രക്തം അത് ഒരാൾ നടന്നു പോവുകയാണെങ്കിൽ ഒരാളുടെ മുട്ടോളം ഉണ്ടാകുമെന്നാണ്. ഇത് ആലങ്കാരികമായി പ്രയോഗിച്ചതല്ല, മറിച്ച് ഹഖീഖത്തൻ അത് യാഥാർത്ഥ്യമായി പറഞ്ഞതാണ്. അത്രയും മുസ്ലിമീങ്ങളെ കൊന്നുകളയുകയും അതുപോലുള്ള കാര്യങ്ങളും ചെയ്തത്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ ആലോചിച്ച് നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി പറയുന്നത് അവർ സ്വർഗ്ഗക്കാരാണ് എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കണം. നമ്മുടെ സഹോദരങ്ങൾ ഫിലിസ്തീനിൽ അവർ പ്രയാസപ്പെടുന്നുണ്ട്. അവരുടെ പ്രയാസത്തിൽ നമ്മളും പ്രയാസപ്പെടുന്നുണ്ട്. വല്ലാഹി സുമ്മ തല്ലാഹ്, നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതുപോലുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ ദീനിട്ടെറിഞ്ഞു പോകാനുള്ളതല്ല, മറിച്ച് റബ്ബിന്റെ ദീനിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മരിക്കാൻ സാധിക്കുക എന്നുള്ളത് അത് വലിയ തൗഫീഖാണ്. സഹോദരങ്ങളെ, നമുക്ക് എന്താണ് ഇത് പറയാനുള്ളത്? ഇങ്ങനെയുള്ള ആളുകളോട് എന്താണ് സഹോദരങ്ങളെ പറയാനുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു സാലിമൂൻ. ഇതാ ധിക്കാരികളായ ആളുകൾ ചെയ്യുന്ന കുതന്ത്രങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നില്ല എന്ന് അവർ കരുതേണ്ടതില്ല, അവർ അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. അവരുടെ കണ്ണുകൾ അത് വളരെ ഭയാനകമായി തോന്നുന്ന ഒരു ദിവസം വരെ അവർക്ക് സമയം ഇങ്ങനെ നീട്ടിക്കൊടുക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല, ആകാശങ്ങളുടെയും ഭൂമികളുടെയും റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് അത് നമ്മൾ കാണുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരങ്ങളുടെ പ്രയാസം അത് നീക്കിക്കൊടുക്കട്ടെ. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന വേളകളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നിരത്തുകളിൽ ഇറങ്ങിക്കൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നതിനേക്കാളുപരി നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചോദിക്കണം, എന്റെ ഒഴിവ് സമയങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന വേളകളിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ടതാണ്. സഹോദരങ്ങളെ, അതില്ല എങ്കിൽ നമ്മൾ വെറും പ്രകടനപരതകൾ കാണിച്ചതുകൊണ്ട് എന്തർത്ഥമാണുള്ളത്? യഥാർത്ഥത്തിൽ നമുക്ക് ഒരാളോട് സ്നേഹമുണ്ട് എന്നതിന്റെ അടയാളമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാ നമ്മളും പ്രാർത്ഥിക്കുകയാണ്. ഗസയിലുള്ള സഹോദരങ്ങളെ അല്ലാഹുവേ നീ സഹായിക്കണമേ, നമ്മുടെ സഹോദരങ്ങളെ നീ സഹായിക്കണമേ, അവരുടെ കാര്യങ്ങൾ നീ എളുപ്പമാക്കി കൊടുക്കണമേ, ശത്രുക്കളെ നീ നശിപ്പിക്കണമേ, അവരുടെ വിഭവങ്ങളിൽ നീ നാശം നൽകണമേ, അവരെ നീ മുച്ചൂടെ നശിപ്പിക്കണമേ റബ്ബ് സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിക്കണമേ അല്ലാഹുവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ കഴിച്ചുകൂട്ടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന. اللهم إنا نسألك الجنة. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في فلسطين. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.